രണ്ടാഴ്ച മുമ്പ് ഞാൻ യൂട്യൂബിലൂടെ കുറച്ച് വീഡിയോകൾ ചെയ്തിരുന്നു. അതിന് അനുകൂലമായും പ്രതികൂലമായും കുറേ കമൻറ്റുകൾ വന്നിരുന്നു. അതവിടെ നിൽക്കട്ടെ. ഞാൻ എന്താണ് വീഡിയോയിലൂടെ പറഞ്ഞത്? എൻ്റെ അക്കൗണ്ട് മറ്റുള്ളവർ ഉപയോഗിക്കുന്നു. ഓരോരുത്തർക്കും സ്വന്തം അക്കൗണ്ട് ഭരണഘടന അനുശാസിക്കുന്ന രീതിയിൽ ഉപയോഗിക്കാമെന്നിരിക്കെ മറ്റുള്ളവരുടെ അക്കൗണ്ട് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഒരു ട്രസ്റ്റിന് ആ ട്രസ്റ്റിൻ്റെ പേരിൽ തന്നെ എത്ര പണം വേണമെങ്കിലും നിക്ഷേപിക്കുവാനും പിൻവലിക്കുവാനുമുള്ള അവകാശമുണ്ട്. അങ്ങനെയിരിക്കെ മറ്റുള്ളവരുടെ അക്കൗണ്ട് ബിനാമിയായി ഉപയോഗിക്കുന്നത് അഴിമതി നടത്താനല്ലേ? അത് എന്തുകൊണ്ട് തുറന്ന് സമ്മതിക്കാൻ കഴിയുന്നില്ല? സ്വന്തം അക്കൗണ്ടിലൂടെ ഇതെല്ലാം ചെയ്യാമല്ലോ. അപ്പോൾ മറ്റുള്ളവരുടെ അക്കൗണ്ട് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അത് ഗവൺമെൻറ്റിനെ വഞ്ചിക്കാൻ തന്നെയാണ്. പിന്നെ എനിക്ക് പലരും എഴുതിയ കമൻ്റ് ഇങ്ങനെയാണ്: സന്യാസിയാകാൻ പോയ ആൾക്ക് എന്തിനാണ് പണം? തീർച്ചയായും ആ ചോദ്യം പ്രസക്തമാണ്. നമ്മളൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല പോയത്, ഒന്നും ആരും തന്നെ പ്രതീക്ഷിച്ചിട്ടുമില്ല. പക്ഷേ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് എന്തിനാണ് സന്യാസത്തിൻ്റെ പേരിലും മറ്റും ഇങ്ങനെ ബിനാമിയായി പണം നിക്ഷേപിക്കുന്നത്? അതും കൂടി ചോദിക്കണ്ടേ? ന്യായമായിട്ടുള്ള രീതിയിലാണല്ലോ പണസമ്പാദനം നടത്തേണ്ടത്. ഇനി സേവനം ചെയ്യണമെങ്കിൽ പോലും ഗവൺമെൻറ്റിൻ്റെ നിയമത്തിന് അനുശാസിക്കുന്ന അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടല്ലേ ചെയ്യേണ്ടത്. അല്ലാതെ ബിനാമി നടത്തിയിട്ട് സേവനം ചെയ്യാൻ ആരെങ്കിലും പറയുന്നുണ്ടോ? ഇതെല്ലാം പണമുണ്ടാക്കാനുള്ള മാർഗങ്ങൾ മാത്രമാണ്. അതാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത്. അല്ലെങ്കിൽ എന്തിനാണ് മറ്റുള്ളവരുടെ അക്കൗണ്ട് ഉപയോഗിക്കുന്നത്? എന്നിട്ട് അവർക്ക് വേണ്ടി ഉള്ളതാണെന്ന് മറ്റുള്ളവരുടെ അടുത്ത് പറയുക, അവരെ സുരക്ഷയ്ക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞ് ഈ ഡിപ്പോസിറ്റ് ചെയ്തതിൻ്റെ റെസീറ്റ് അവർക്ക് കൊടുക്കുന്നതായി വീഡിയോ പിടിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. 600 പേരുടെയും വീഡിയോ പിടിച്ച് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും അന്വേഷണം വരികയാണെങ്കിൽ ഇങ്ങനെ അവർക്കെല്ലാം കൊടുത്തിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അവരുടെ അടുത്തു നിന്നൊക്കെ തിരിച്ചു മേടിച്ചു. അത് വീഡിയോയിലൊന്നും കാണില്ല. എന്തിനാണ് ഇത്തരം വളഞ്ഞ വഴികൾ സ്വീകരിക്കുന്നത്? ധർമ്മത്തെക്കുറിച്ചും സത്യത്തെക്കുറിച്ചും നമ്മൾ ഉദ്ബോധനം നടത്തുകയും ഇത്തരം പ്രവൃത്തികൾ ചെയ്യുകയും ചെയ്താൽ സമൂഹത്തിന് പിന്നെ എന്ത് മൂല്യങ്ങളാണ് നൽകാനുള്ളത്? ഈ ഒരു ചോദ്യം പ്രസക്തമല്ലേ? ഇങ്ങനെ ആരെങ്കിലും ചോദിക്കുമ്പോൾ അവൻ കള്ളനാണെന്ന് പറയുന്നതിൽ എന്ത് അർത്ഥമുണ്ട്? ഈ കള്ളത്തരം ചെയ്തവരുടെക്കെതിരെ എന്തുകൊണ്ട് കമൻറ്റ് എഴുതാൻ തയ്യാറാവുന്നില്ല? അതുകൊണ്ട് അതായത് പണവും സ്വാധീനവും ഉള്ളവൻ എന്തും ചെയ്യാമെന്നാണെങ്കിൽ പിന്നെ ഈ നിയമങ്ങളെല്ലാം ഈ വ്യവസ്ഥകളെല്ലാം എന്തിനു വേണ്ടിയാണ്? ഇപ്പോൾ തന്നെ ഒരു 1.5 വർഷം മുമ്പ് എല്ലാവരുടെയും പേരിൽ അക്കൗണ്ട് എടുത്തിട്ടുണ്ട്. ആ അക്കൗണ്ടിൽ കൊടുത്തിരിക്കുന്നത് ആധാറിൻ്റെ നമ്പറല്ല, ഇലക്ഷൻ കാർഡിൻ്റെ നമ്പറാണ്. അപ്പോൾ ഈ അക്കൗണ്ട് ചേർക്കാൻ വന്ന ആളോട് ഞാൻ ചോദിച്ചു, എന്താ ഇപ്പോൾ ആധാറിൻ്റെ നമ്പർ അല്ലല്ലോ എഴുതുന്നത്, ഇലക്ഷൻ കാർഡിൻ്റെ നമ്പറാണല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞത് അത് മതി എന്നാണ് പറഞ്ഞത്. ഇത് എന്തെങ്കിലും അഥവാ പുറത്തുനിന്ന് ഒരു അന്വേഷണം വന്നാൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയില്ല എന്നതുകൊണ്ടായിരിക്കണം ഇലക്ഷൻ കാർഡിൻ്റെ നമ്പർ എഴുതിയത്. ഇതെല്ലാം ബാങ്കുകളുമായി ഒത്തിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ ഗവൺമെൻറ്റിനെ വഞ്ചിച്ച് നികുതി തട്ടിപ്പ് നടത്തിയും പണമുണ്ടാക്കി ആർക്ക് കൊടുക്കുവാനാണ്? എന്ത് മൂല്യങ്ങളാണുള്ളത്? എന്ത് ആദർശമാണുള്ളത്? തന്നെ ആശ്രയിച്ച് വന്നവർക്ക് പകർന്നു കൊടുക്കാൻ എന്താണുള്ളത്? അവരവിടുന്ന് എന്താണ് പഠിക്കാനുള്ളത്? എന്ത് മൂല്യങ്ങളാണ് അവർക്ക് പകർന്നു കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല. ഏതൊരു പ്രസ്ഥാനത്തിലാവട്ടെ, ഏതൊരു സ്ഥാപനത്തിലാവട്ടെ, അധർമ്മത്തിനെതിരെ വിരൽ ചൂണ്ടാൻ ആരെങ്കിലും കാണും. അത് പ്രപഞ്ച നിയമമാണ്. ആരെങ്കിലും ഒരാൾ പറയുവാൻ കാണും. എല്ലാവരും പറഞ്ഞെന്ന് വരില്ല. എല്ലാവർക്കും അതിനുള്ള മനക്കരുത്തുണ്ടാവില്ല, ഭയമുണ്ടാവും. പിന്നെ ഇത്തരം ആൾക്കാർ എപ്പോഴും ഭീഷണിപ്പെടുത്തും, കൊല്ലും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തും. ചിലപ്പോൾ ജീവൻ തന്നെ കണ്ടെന്ന് വരില്ല. അതുകൊണ്ട് എല്ലാവരും പേടിച്ച് പിന്മാറുന്നത് കൊണ്ട് ഇവർ സത്യസന്ധന്മാരാണെന്ന് വരുന്നില്ല. ആരെങ്കിലും പറയണമല്ലോ, അതിനൊരു നിമിത്തം പ്രകൃതിയിൽ നിന്ന് തന്നെ ഉണ്ടാവും. അതാണ് എന്നിലൂടെ നിർവഹിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഒരു കാര്യങ്ങൾ മാത്രമല്ല, സ്വന്തം കുടുംബത്തിന് വേണ്ടി എന്തോരം പണമാണ് ഈ പ്രസ്ഥാനത്ത് നിന്ന് ഒഴുകിയിട്ടുള്ളതെന്ന് അവിടെയുള്ള എല്ലാവർക്കും അറിയാം. ഞാൻ അവിടെ പോകുന്ന സമയത്ത് അവിടുത്തെ ആ ഫാമിലിയിൽപ്പെട്ടവരെല്ലാം കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്നവരാണ്. ഇന്നവർക്ക് 1000 കോടിയിലധികം രൂപയുടെ ആസ്തി കാണും. ഇതെല്ലാം എങ്ങനെ വന്നു ചേർന്നു? അതെല്ലാം വന്നു ചേർന്നിട്ടുള്ളത് അതിൽ തൻ്റെ പണവും സ്വാധീനവും ഉപയോഗിച്ച് അവർക്ക് വേണ്ട സംവിധാനങ്ങൾ ചെയ്തു കൊടുത്തിട്ട് തന്നെയാണ്. അതൊന്നും അറിയാത്തവരായി ആരും തന്നെ ഇല്ല. ഇതൊന്നും മറച്ചു വയ്ക്കാമെന്ന് വെച്ചാൽ എത്ര കാലം സാധിക്കും? ഒരു ദിവസം മറമാറ്റി പുറത്ത് വരിക തന്നെ ചെയ്യും.
എന്നിട്ട് സത്യം പറയുന്നവനെ കൊല്ലും, ഭീഷണി അല്ലെങ്കിൽ ഇല്ലാതാക്കുന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് വല്ല കാര്യവുമുണ്ടോ? എല്ലാം സമൂഹത്തിലൊരു ചർച്ചാ വിഷയം മാറട്ടെ.